നമസ്കാരം. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. തുടർച്ചയായി 3 ആഴ്ച ഇടിവ് രേഖപ്പെടുത്തിയ ഇന്ത്യൻ നിഫ്റ്റി ഇന്നലെ RBIയുടെ ഭാഗത്തുനിന്ന് 60,000 കോടിയുടെ ഒരു ബോണ്ട് റീപർച്ചേസ് ഉള്ളത് 1.5 lakh crores ലിക്വിഡിറ്റി ബാങ്കുകളിലേക്ക് വരുമെന്നുള്ള കാരണം കൊണ്ട് ഇന്നലെ ബാങ്ക് നിഫ്റ്റി എല്ലാം തന്നെ 800 പോയിൻറ്റിൻ്റെ നെറ്റ് റാലി രേഖപ്പെടുത്തി. 1000 പോയിൻറ്റിൻ്റെ റാലി ഉണ്ടായിരുന്നു. എന്നാൽ അവസാന സമയത്ത് ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടായിരുന്നു. കാരണം FIS ഇന്നലെയും നെറ്റ് സെല്ലേഴ്സ് ആയിരുന്നു. FIS 4,921 കോടി രൂപക്ക് സെല്ല് നടത്തി. പക്ഷേ FISൻ്റെ സെല്ലിനേക്കാളും കൂടുതൽ DIs ബൈ ചെയ്തതുകൊണ്ടും ആ ഒരു നല്ലൊരു ബൈയിങ് ഇനീഷ്യലി ഉണ്ടായതുകൊണ്ടും റീറ്റെയിലേഴ്സും ഒരു ബൈ മോഡലായിരുന്നു. DIs 6,814 കോടി രൂപക്ക് ഇന്നലെ ബൈ നടത്തിയിട്ടുണ്ട്. US മാർക്കറ്റ് NVIDIA ഒരു സിംഗിൾ ഡേ കൊണ്ട് 16% ഇടിവ് രേഖപ്പെടുത്തി. കഴിഞ്ഞ തലേന്ന് ഏകദേശം 600 പോയിന്റ് ഇടിഞ്ഞ് നാസ്ഡാക്ക്. ഇന്നലെ ഡോയും നാസ്ഡാക്കും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. യൂറോപ്യൻ മാർക്കറ്റ് ഇന്നലെ പോസിറ്റീവായിരുന്നു. US നിന്ന് ഇനി ഫെഡറൽ ഓപ്പൺ കമ്മിറ്റിയുടെ മിനിറ്റ്സ് ഓഫ് മീറ്റിങ്ങുകളും ഉണ്ട്. ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ ഫെബ്രുവരി 1-ാം തീയതി നമ്മളുടെ ബഡ്ജറ്റും ഉണ്ട്. അന്നത്തെ ദിവസം ട്രേഡിങ്ങും ഉണ്ടാവും. ഇപ്പോൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ വളരെ ഫ്ലാറ്റായ രീതിയിൽ ട്രേഡിങ് തുടരുന്നുണ്ട്. ഇതാണ് ഇപ്പോൾ ഉള്ള അപ്ഡേറ്റുകളുള്ളത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഗ്ലോബൽ മാർക്കറ്റിൽ ഏറ്റവും താഴെ കാണാം നാസ്ഡാക്ക് പോസിറ്റീവായിരുന്നു, ഡോ പോസിറ്റീവായിരുന്നു, യൂറോപ്യൻ മാർക്കറ്റ് പോസിറ്റീവായിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ഒരു ഫ്ലാറ്റായി പോസിറ്റീവായ നിലയിൽ നിലനിൽക്കുന്നു. ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ഓൾമോസ്റ്റ് മിഡിൽ ഫ്ലാറ്റാണ്. ഇന്ത്യ വിക്സ് 18 ഇനിയും ഇന്ത്യ വിക്സ് ഉയർന്നേക്കാം. കാരണം ബഡ്ജറ്റിനോട് അനുബന്ധിച്ച് ഇന്ത്യ വിക്സ് പതിയെ മുകളിലേക്ക് പോകും. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളിൽ വിപ്രോ, HDFC, ICICI ബാങ്കുകളെല്ലാം തന്നെ റാലി നേട്ടം കൈവരിച്ചു. ഇനി സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് പോകാം. ബജാജ് ഓട്ടോയുമായി ബന്ധപ്പെട്ടുള്ള ന്യൂസാണ്. ഇന്ത്യയുടെ ലീഡിംഗ് ഡിസ്കൗണ്ട് ബ്രോക്കറാണ് അപ്സ്റ്റോക്ക് ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഓപ്ഷൻ ആയിക്കോട്ടെ, ഇൻട്രാഡേയും മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ. ടാറ്റ ഗ്രൂപ്പാണ് അപ്സ്റ്റോക്കിനെ ബാക്കപ്പ് ചെയ്യുന്നത്. ഫസ്റ്റ് കമൻറ്റിൽ ഞാൻ അപ്സ്റ്റോക്കിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന ലിങ്ക് ഞാൻ പിൻ ചെയ്യാം, ഉപയോഗപ്പെടുത്താം. ബജാജ് ഓട്ടോ നെറ്റ് പ്രോഫിറ്റ് 3% ഇയർ വർദ്ധിച്ച് 2,108 കോടി രൂപ കരസ്ഥമാക്കി. M&M ഫിനാൻസ് നെറ്റ് പ്രോഫിറ്റ് 62% ഇയർ ഉയർന്ന് 899 കോടി രൂപ കരസ്ഥമാക്കി. SBI കാർഡ് നെറ്റ് പ്രോഫിറ്റ് 30% ഇയർ ഡിക്ലൈൻ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. മഹാനഗർ ഗ്യാസ് നെറ്റ് പ്രോഫിറ്റ് ഇയർ 28% ഡിക്ലൈൻ കുറവുണ്ടായി. ബോഷ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 12% ഇടിവ്, എന്നാൽ റവന്യൂ 6% അപ്സൈഡ് ഉണ്ട്. കോൾഗേറ്റ് പാമോലിവ് കമ്പനി ഇയർ നെറ്റ് പ്രോഫിറ്റ് 2.3% സ്ലൈറ്റ്ലി ഒരു ഇടിവ് ഉണ്ടായിട്ടുണ്ട്. 322 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ്. GMR എയർപോർട്ട് 202 കോടി രൂപ നെറ്റ് പ്രോഫിറ്റ് കരസ്ഥമാക്കി. അവർ കഴിഞ്ഞ ക്വാർട്ടറിനേക്കാളും ഈ എയർപോർട്ട് ട്രാഫിക്കുകളെല്ലാം തന്നെ കൂടുന്നുണ്ട്. 202 കോടി രൂപയാണ് കരസ്ഥമാക്കിയത്. BCL കമ്പനി നെറ്റ് പ്രോഫിറ്റ് 123% ഉയർന്ന് 134 കോടി രൂപ കരസ്ഥമാക്കി. മോത്തിലാൽ ഒസ്വാൽ ഫിനാൻസ് സർവീസ് ഇവർ 14% നെറ്റ് പ്രോഫിറ്റിൽ ഇടിവ് ഉണ്ടാക്കിയിട്ടുണ്ട്. സുസിലോൺ എനർജി നെറ്റ് പ്രോഫിറ്റ് 91% ഉയർന്ന് അവർ 387 കോടി രൂപ കരസ്ഥമാക്കി. മാപ്മൈ ഇന്ത്യ നെറ്റ് പ്രോഫിറ്റ് 4% ഇയർ ഉയർന്നു 32 കോടി രൂപ കരസ്ഥമാക്കി. ഹോം ഫസ്റ്റ് ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 24% ഇയർ ഉയർന്ന് 97 കോടി രൂപ കരസ്ഥമാക്കി. സ്റ്റാർ ഹെൽത്ത് നെറ്റ് പ്രോഫിറ്റ് 25% ഇയർ ഡിക്ലൈനാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തവണ 215 കോടി രൂപ, കഴിഞ്ഞ തവണ 286 കോടി രൂപ ഉണ്ടായിരുന്നു. JSW എനർജി കമ്പനി നെറ്റ് പ്രോഫിറ്റ് 32% ഇയർ കുറവുണ്ടായി. UTI AMC കമ്പനി അവർ നെറ്റ് പ്രോഫിറ്റ് 150 കോടി രൂപയാണ് ഉള്ളത്. 185 നിന്ന് നെറ്റ് പ്രോഫിറ്റ് കുറഞ്ഞു. എക്സൈഡ് ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റ് ഇയർ 2% ഒരു ഉയർച്ച ഉണ്ടായി, 245 കോടി രൂപ. VIP ഇൻഡസ്ട്രീസ് ലഗേജ് മാനുഫാക്ചറിങ് കമ്പനിയാണ്, ബാഗുകളെല്ലാം തന്നെ. അപ്പോൾ അവർ ഈ തവണ 112 കോടി രൂപയുടെ ലോസാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ തവണ 7 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. TVS ഹോൾഡിംഗ് നെറ്റ് പ്രോഫിറ്റ് 20% ഉയർന്ന് 609 കോടി രൂപ കരസ്ഥമാക്കി. PTC ഇന്ത്യ ഫിനാൻസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 67 കോടി, കഴിഞ്ഞ തവണ 50 കോടി രൂപയിൽ നിന്ന് ഉയർന്നു. രത്നവീർ പ്രിസിഷൻ എഞ്ചിനീയറിംഗ് കമ്പനി 9 കോടി രൂപയിൽ നിന്ന് 11 കോടി രൂപയിലേക്ക് ഉയർന്നു. ഉദയപൂർ സിമെൻറ്റ് വർക്ക്
25 നിന്ന് പ്രോഫിറ്റ് 3 കോടി രൂപയിലേക്ക് കുറഞ്ഞു. ഡിവിഡൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണം. എന്നാണ് ഡിവിഡൻറ്റ്, റെക്കോർഡ് ഡേറ്റ്, എത്ര റുപ്പീസാണ്. അതുപോലെ തന്നെ IPO ഡീറ്റെയിൽസ് നമുക്ക് വേണം. ഏതൊക്കെ കമ്പനീസിൻ്റെ IPO എന്നാണ്. അതുപോലെ തന്നെ റിസൾട്ട് കലണ്ടർ നമുക്ക് വേണം. റിസൾട്ട് അനൗൺസ്മെൻറ്റ് വേണം. ഇതെല്ലാം നമ്മുടെ ട്രേഡ് ബഡ്ഡി ടാബിലുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് ബഡ്ഡി ടാബിൻ്റെ ലിങ്ക് ഉണ്ട്. ഫ്രീ ആണ്, ഉപയോഗിക്കാം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് മാത്രം ജോയിൻ ചെയ്യേണ്ട, ആക്സസ് ചെയ്യുക. വെബ്സൈറ്റാണ്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. വൈകിട്ട് 7 മണിക്ക് പോസ്റ്റ് മാർക്കറ്റായിട്ട് കാണാം. താങ്ക് യു.